റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സ്വകാര്യ വാഹനം ഉപയോഗിച്ച സംഭവത്തിൽ ന്യായീകരിച്ച് കോഴിക്കോട് കളക്ടർ രംഗത്ത്. സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ തെറ്റില്ല എന്നാണ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ വാഹനം ഉപയോഗിച്ചിട്ടുള്ളതായും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. ആനന്ദ് പുതൂറാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആനന്ദ്, ഈ നേരത്തെയും ഇത്തരത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കളക്ടർ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി അദ്ദേഹം പറയുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചിരുന്നു. അതായത് ഈ പോലീസ് വാഹനത്തിന് പകരം സ്വകാര്യ ജീപ്പായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് പിന്നീട് വിവാദമായി മാറുകയായിരുന്നു. അതായത് സ്വകാര്യ കരാറുകാരന്റെ വാഹനം പൊതുമരാമത്ത് മന്ത്രി ഉപയോഗിച്ചത് വലിയ വിമർശനങ്ങൾ തന്നെയാണ് വരുത്തിവെച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം നടക്കുന്നതായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പും ഈ ഒരു വിഷയത്തിൽ അന്വേഷണമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിരുന്നത്. മന്ത്രിയും പാർട്ടിയും ഈ പ്രതിരോധത്തിലായ ഈ സാഹചര്യത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്ന് കോഴിക്കോട് കളക്ടറുടെ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചത്. അതൊരു സെൻസിറ്റീവായ വിഷയമല്ല. പ്രത്യേക സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിക്കാം. സർക്കാർ ഉത്തരവ് വേണമെന്നുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് അതിന്റെ അടിസ്ഥാനം. നേരത്തെയും ഇത്തരത്തിൽ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ജില്ലാ കളക്ടറായിട്ടുള്ള കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്ന് പ്രതികരിച്ചത്. ശരി ആനന്ദ്.